പിന്നെ നിങ്ങളുടെ ഈ കലാമൂല്യം കൂടുതലുള്ള ആരാണ്? അത് ഇവക്ക അവള് വരയ്ക്കും. ഇപ്പം ആ വരയ്ക്കുന്ന ശീലമൊക്കെ മറന്നുപോയി, കാരണം കുറെ ആയി ടച്ച് വിട്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒരു എക്സിബിഷൻ ഒക്കെ ചെയ്തുകൂടെ? ചെയ്യണം, ഫ്യൂച്ചറിൽ ചെയ്യണം. വേറെ എന്തെങ്കിലും ദൂര അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ എന്താണ് പബ്ലിക് ചെയ്യുന്നത്? നമുക്ക് സൈബർ അറ്റാക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു ഇത്തിരി കുറവാണ്, അവര് മടുത്തിട്ട് പോയതാണോന്ന് അറിയില്ല. ഈ അടുത്ത് ഒരാള് ചോദിച്ചായിരുന്നു, ഇപ്പോ നിങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി ഞങ്ങളെ നല്ലോണം ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഒരുമിച്ച് ജീവിക്കാനുള്ള ഡിസിഷൻ എടുക്കുമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് നോക്കുകയാണെങ്കിൽ ഫാമിലി നമ്മളെ ട്രീറ്റ് ചെയ്തതോ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് തമ്മിൽ ബന്ധമല്ല. അപ്പൊ ഫാമിലി നല്ലോണമാണ് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഫാമിലി അംഗീകരിച്ചേനെ. ഓക്കെ, അപ്പൊ ഇവരുടെ ഇത് കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഫാമിലി നല്ലോണം അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോ ഒരുമിച്ച് ജീവിക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അങ്ങനെ ഒരു വേറിട്ട കാഴ്ചപ്പാട്. പിന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ബാക്കിയുള്ള കമന്റ്സ് ഒക്കെ എന്തായിരുന്നു മനസ്സിൽ നിൽക്കുന്നത്? ബാക്കി വേറൊരിത് വേദനിപ്പിക്കുന്നതല്ല, പക്ഷെ ഇവര് മാറില്ല എന്ന് ഞങ്ങൾക്ക് ഒന്നും കൂടെ ഉറപ്പ് വരുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ എന്റെ ഒരു റിലേറ്റീവ്, ആരാന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പൊ പുള്ളിക്കാരിക്ക് വേണ്ട, പുള്ളിക്കാരി ഒരു ദിവസം വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്തു, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു, ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ചോദിച്ചു, സുഖമായിട്ട് പോകുന്നു എന്നൊക്കെ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ആയി വരുന്നുണ്ട് അങ്ങനെ വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്, നിനക്ക് ഈ സിംറ്റം തോന്നിയത് എന്തേ നേരത്തെ പറയാണ്ടിരുന്നേന്നാണ് ചോദിക്കുന്നത്. അതായത് അവർക്ക് ഇപ്പോഴും ഇതൊരു അസുഖമാണെന്നുള്ളൊരു രീതിക്കാണ് അവരുടെ തലയിൽ ഇപ്പോഴും. അപ്പൊ മനസ്സിലായത് ഇപ്പോ എത്ര ഇതായാലും മാറില്ല, അവരവര് തന്നെ ചിന്താഗതി മാറില്ല. സിംറ്റം അല്ലേ അവര് ചോദിച്ചിരിക്കുന്ന? സിംറ്റം പറഞ്ഞ ആള് അവരുടെ ഹസ്ബൻഡായിട്ട് എങ്ങനെ ജീവിക്കുന്നു, അവർക്ക് അതൊരു അസുഖമായിരിക്കും ഇത്. നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ബന്ധമായിരുന്നെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴ്? അതായത് നമ്മൾ എടുത്ത ഡിസിഷൻ റിഗ്രറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ, അതോ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ശരിയാകും അങ്ങനത്തെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? കാരണം ഒരാള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ 2 മാസം പറഞ്ഞ് ഇപ്പൊ 8 ആയി. ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ ആയിട്ട് റിഗ്രറ്റ് തോന്നിയില്ല, ഇനി തോന്നിയില്ല. കാരണം എന്താ പറയാ, ഞങ്ങൾ അത്രക്കും സ്ട്രഗിളിലൂടെയാണ് വന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോട്ട് വരില്ല. കാരണം നമ്മളിപ്പോ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ ജീവിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ലൈഫ് പോലെ ജീവിക്കുന്നുണ്ട്, വേറൊരാളുടെ സ്ക്രിപ്റ്റിനൊത്ത് നമ്മൾ ആടുന്നില്ല. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്, ഇതിന് നമ്മൾ റിഗ്രറ്റ് ചെയ്യയില്ല. അങ്ങനെ നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ കമ്മ്യൂണിറ്റി? ഞങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഞങ്ങളെപ്പോലെ തന്നെ കുറേ പേരുണ്ട്. അപ്പം അവരൊക്കെ കമ്മൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാണ്ട് ബാക്കോട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരോട് പറയാനുള്ള കമ്മൗട്ട് ചെയ്യണം. ഇപ്പം മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്നത് മെജോറിറ്റി ആക്കണം, മെയിൻ സ്ട്രീമിൽ വരണം. അപ്പൊ ആൾക്കാർക്ക് ഒന്നും കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നും. അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഒരു കുട്ടി ടെക്സ്റ്റ് ചെയ്തു, അതായത് ചേച്ചി കമൗട്ട് ചെയ്യണമെന്ന് എഴുതിയിരിക്കുകയാണ്, വീട്ടിലുള്ള ആൾക്കാർ ഭയങ്കര ഹോമോഫോബിക് ആണ്, ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു സ്പേസ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ആൾക്കാർ വരാത്തത്. അപ്പോൾ കുറെ ആൾക്കാർ കമൗട്ട് ചെയ്യാൻ നമ്മളൊരു ഇത് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ, അതായത് അവര് കറേജിയസ് ആയിട്ട് മുന്നോട്ട് വന്ന് കമൗട്ട് ചെയ്യണം, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അവരുടെ ഡിസിഷൻ തെറ്റല്ല എന്ന് സമൂഹം അറിയാൻ തന്നെ വേണം. പിന്നെ കമൗട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ എഡ്യൂക്കേഷൻ നേടുക, ഒരു ജോബ് ഗ്രാബ് ചെയ്യുക, എന്നിട്ട് കമൗട്ട് ചെയ്യുക. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ജീവിക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. സോ പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. പഠിച്ച് നമ്മളൊരു ഇപ്പൊ നിങ്ങൾ വിപ്രോയിലാണ്, നിങ്ങൾക്ക് നല്ല ശമ്പളമുണ്ട്, സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഫാമിലിൻ്റെ അടുത്ത് കാണുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, അത്ര പറയാം. ഞങ്ങൾ ഹാപ്പിയാണ്, സേഫ് ആയിട്ട് തന്നെ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ എല്ലാ അനുഗ്രഹം മതി. ആണോ അതോ വേണ്ടേ? ഉപദ്രവിക്കരുത്. ഡോണ്ട് വറി മുസ്തഫ, എല്ലാം ശരിയാവും. ഓക്കെ, ഇപ്പം തൽക്കാലം സന്തോഷമായിട്ട് ജീവിക്കുക. എന്തായാലും കല്യാണ ദിവസം അറിയിക്കണം. ഓക്കെ, ഇവിടെ വരികയും പറയാം നേടാം എന്ന ഈ ഷോയിൽ നിങ്ങളുടെ ഹൃദയം മനസ്സ് തുറന്ന് കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു. നമ്മളുടെ പ്രേക്ഷകരോട്
ഞാൻ ചോദിച്ച ചോദ്യത്തിനെല്ലാം വളരെ സത്യസന്ധമായിട്ടുള്ള മറുപടി പറഞ്ഞു. നിങ്ങൾ കംഫോർട്ടബിൾ ആണല്ലോ, അതെ അതെ. അതറിഞ്ഞാൽ മതി. എന്തായാലും ഒരു ചോദ്യം, ഇതിലാരും പിണങ്ങരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇല്ലല്ല. ഇതിലാരാ പുലി? പുലി അയ്യോ. പുലി സിംഹം എന്നൊന്നുമില്ല. പുലി വീട്ടില് ടൈഗറാ പുലി. ഞങ്ങളെ പെറ്റാണ്, ഞങ്ങളെ പുലി. ഞങ്ങള് പെറ്റാണ്. പുലി ആരാണ്? ആ, എനിക്ക് ട്രോളേറ്റ് വാങ്ങാൻ വയ്യ. ആദ്യാണോ? ഞാനാണ് ചെറിയൊരു പുലി. ഇയാളാണോ പുലി? ചെറുങ്ങ. നൂറയാണ് പുലി. അയ്യോ, നൂറ ഒരു പുലിയാണ്. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാം നേടാം എന്ന ഈ ഷോ എന്നും കാണാൻ പറയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.